Hi friends, welcome to Hamictech graphics. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. Adobe Premiere Pro എന്നൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ബോംബ് ബ്ലാസ്റ്റിംഗ് എഫക്റ്റ് എങ്ങനെ നമ്മുടെ ഫോട്ടോയിൽ കൊണ്ടുവരാം എന്നത്. അന്ന് ആ വീഡിയോയ്ക്ക് താഴെ കുറച്ച് പേർ കമൻറ്റ് ചെയ്തതാണ് ഇങ്ങനത്തെ എഫക്റ്റുകൾക്ക് വേണ്ടിയുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾ ഇപ്പോൾ ഉണ്ടോ, ആ ആപ്ലിക്കേഷനെ പറ്റിയൊക്കെ പരിചയപ്പെടുത്തണമെന്നും പറഞ്ഞ് അന്ന് കുറച്ച് പേർ കമൻറ്റ് ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നതും അങ്ങനെ ബോംബ് ബ്ലാസ്റ്റിംഗ് പോലുള്ള നല്ല കുറച്ച് അടിപൊളി എഫക്റ്റുകൾ നമുക്ക് ചെയ്തെടുക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുമ്പായി ഹമിടെക് ഗ്രാഫിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇതാണ് ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷനിലെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കൂട്ടുകാർക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ആപ്ലിക്കേഷന് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള എല്ലാ എഫക്റ്റുകളും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. അത് പണം കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. അതുകൊണ്ട് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന 2-3 എഫക്റ്റുകളുണ്ട്. അതൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇവിടെ ഇൻട്രൊഡക്ഷനാണ് കാണിക്കുന്നത്. കൂട്ടുകാർ ഇവിടെ മുകളിൽ ഇത് ക്ലോസ് ചെയ്യുക. അപ്പോൾ പെർമിഷൻസ് ചോദിക്കും, അത് അലോ ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ കുറച്ച് ഓപ്ഷനുകൾ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. ഇവിടെ എഡിറ്റ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഏതെങ്കിലും ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ നമുക്ക് ഈ ആപ്ലിക്കേഷനിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് ആ വീഡിയോയിൽ നമുക്ക് എഫക്റ്റുകൾ വരുത്താൻ സാധിക്കും. അതല്ല സ്ലൈഡ് ഷോ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇമേജസ്, നമ്മുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു ഇമേജസ് നമുക്ക് ഈ ആപ്ലിക്കേഷനിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് ആ ഇമേജസിൽ നമുക്ക് എഫക്റ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ക്യാമറ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് ആ വീഡിയോയിൽ നമുക്ക് എഫക്റ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. അടുത്ത ഓപ്ഷനാണ് എഫക്ട്സ് ക്യാമറ. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്തെന്ന് നോക്കാം. ഇപ്പോൾ കൂട്ടുകാർക്ക് ഇവിടെ ഒരു ഡെമോ കാണാൻ സാധിക്കും. ഇതുപോലൊരു എഫക്റ്റാണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡൗൺലോഡ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ എഫക്റ്റ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ആ എഫക്റ്റ് ഡൗൺലോഡായി. ഇനി ക്യാപ്ചർ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ കൂട്ടുകാർക്ക് ഇവിടെ ഒരു ആൾരൂപം കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത എഫക്റ്റിൽ ഒരു വ്യക്തി ഇതുപോലെ കൈ പൊക്കുന്നതായിട്ടുള്ളൊരു എഫക്റ്റായിരുന്നു കണ്ടത്. അപ്പോൾ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ രീതിയിൽ വീഡിയോ ഈ ക്യാമറ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് കൂട്ടുകാർക്ക് ഇൻട്രസ്റ്റ് അനുസരിച്ച് ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തൽക്കാലം ഞാൻ ഇതിലോട്ട് കിടക്കുന്നില്ല, ഞാൻ ബാക്കിലോട്ട് വരികയാണ്. അതുപോലെ ഇവിടെ മ്യൂസിക് ആഡ് ചെയ്യാനും റേഷ്യോ ചേഞ്ച് ചെയ്യാനുമുള്ള ഓപ്ഷൻസ് ഉണ്ട്. കൂട്ടുകാർ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. തൽക്കാലം നമുക്ക് ഒരു ചെറിയ ഡെമോ എന്ന രീതിയിൽ ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനായി ഇവിടെ എഡിറ്റ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഏത് വീഡിയോ ആണോ നമുക്ക് വേണ്ടത് ആ വീഡിയോ ചൂസ് ചെയ്യുക. ഇവിടെ മുകളിൽ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, താഴെ ഈ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് എഫക്റ്റുകൾ ആഡ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. അതിനായി ഇവിടെ എഫക്റ്റ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ താഴെ 5-ാമതായി കാണുന്ന ഈ മാജിക് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കുറച്ചധികം എഫക്റ്റുകൾ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. ഇതിലെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന 2-3 എഫക്റ്റുകളേ ഉള്ളൂ. അപ്പോൾ അത് ഇതുപോലെ ഡൗൺലോഡ് ചെയ്യുക. ഞാനിവിടെ ഈ ബോംബ് ബ്ലാസ്റ്റിംഗ് എഫക്റ്റാണ് ചൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഏത് ഭാഗത്ത് വെച്ച് ബോംബ് ബ്ലാസ്റ്റ് ചെയ്യണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ സാധിക്കും. അതിനായി ഞാൻ ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുകയാണ്. ഇപ്പോൾ ഈ കാറ് വരുന്ന ഈ പോർഷൻ എത്തുമ്പോൾ മതി എനിക്ക് ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുന്നത്. സോ ഞാൻ ആ വീഡിയോ അവിടെ പോസ് ചെയ്തിട്ട് എഫക്റ്റ് ബോംബ് ബ്ലാസ്റ്റിംഗ് എഫക്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ആ കാറിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഇവിടെ ബോംബ് ബ്ലാസ്റ്റ് ചെയ്തായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ എഫക്റ്റ് നമ്മുടെ വീഡിയോയിലോട്ട് ആഡ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിത് അൺഡു ചെയ്യാൻ സാധിക്കും. അതിനായി നടുക്ക് കാണുന്ന ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക, യെസ് കൊടുക്കുക. ഇപ്പോൾ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും താഴെ ഫ്രെയിമിൽ നിന്ന് നമ്മുടെ എഫക്റ്റുകൾ മാറിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ കൂട്ടുകാർ കൃത്യമായിട്ട് ഈ എഫക്റ്റ് ആഡ് ചെയ്യുക. ഇനി നമുക്ക് ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഈ എഫക്റ്റിൻ്റെ സൈസ് നമുക്ക് കൂട്ടാൻ സാധിക്കും. അതിനായി ഫസ്റ്റ് കാണുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം
കൂട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ച് സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം ഈ ടിക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ എഫക്റ്റ് ആഡ് ചെയ്യുന്ന പ്രോസസ്സ് കഴിഞ്ഞ് ഇനി ഇവിടെ താഴെ കുറച്ച് ഓപ്ഷൻസുകൾ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. ഇത് ഓരോന്നും നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ വീഡിയോയ്ക്ക് കൂടുതൽ അട്രാക്ഷൻ നൽകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. ഓരോന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ ആദ്യം കാണുന്നത് റേഷ്യോ എന്നൊരു ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമെങ്കിൽ ഇവിടെ കുറച്ച് അധികം ഓപ്ഷനുകൾ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. ഓരോന്നും നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ റേഷ്യോ സൂചിപ്പിക്കുന്നതാണ്. ഇത് കൂട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇനി അടുത്തത് ഫിൽറ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമെങ്കിൽ ഇവിടെ കുറേ അധികം ഫിൽറ്റർ എഫക്റ്റുകൾ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. ഇത് ആവശ്യമെങ്കിൽ കൂട്ടുകാർ യൂസ് ചെയ്യുക. അടുത്തത് അഡ്ജസ്റ്റ് എന്നതിൽ ഇപ്പോഴത്തെ വീഡിയോയുടെ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, സാറ്റുറേഷൻ, ഷാഡോസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതെല്ലാം കൂട്ടുകാർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊന്ന് നോക്കുക. പിന്നെ അടുത്തത് ഗ്ലിച്ച് എന്നത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെയും കുറേയധികം എഫക്റ്റുകളുണ്ട്. കൂട്ടുകാർ ഓരോന്ന് ഇതുപോലെ ജസ്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ അടുത്തത് മാജിക്, അത് നമ്മളിപ്പോൾ നോക്കിയതാണ്. ഇതിൻ്റെ അപ്പുറമുള്ളത് ടെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ വീഡിയോയിൽ നമുക്ക് ടെക്സ്റ്റ് എന്തെങ്കിലും ആഡ് ചെയ്യാൻ സാധിക്കും. അടുത്തത് സ്റ്റിക്കറും അതുപോലെ തന്നെ എന്തെങ്കിലും സ്റ്റിക്കർ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ സാധിക്കും. അടുത്ത ബി ജി കളർ എന്നത് നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും കളർ മാറ്റാൻ പറ്റണമെങ്കിൽ അത് ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇനി നമ്മുടെ വീഡിയോ സേവ് ചെയ്യാൻ വേണ്ടി മുകളിൽ സേവ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നോർമൽ 48p എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീഡിയോ സേവ് ആവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ വീഡിയോ നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യാൻ സാധിക്കും. അതല്ലാതെ എന്തെങ്കിലും എഡിറ്റ് വരുത്തണമെങ്കിൽ ഇവിടെ റീ എഡിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയതുകൊണ്ട് ഇനി ഡൺ കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ആപ്ലിക്കേഷനെ പറ്റി പറയാൻ. ഇനി ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ഇതുപോലുള്ള ഓരോ അടിപൊളി എഫക്റ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. കൂട്ടുകാർ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Thank you. Please subscribe my channel.